വെൽക്കം ടു N2L1 Edu Squad. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കോമ്പണൻസിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോണിക് കോമ്പണൻസ്? ഏത് കോമ്പണൻ്റായിക്കോട്ടെ അത് ഇലക്ട്രോൺ അല്ലെങ്കിൽ അതിൻ്റെ ഫീൽഡിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇലക്ട്രോണിക് കോമ്പണൻ്റ് എന്ന് പറയാം. ഇലക്ട്രോണിക് കോമ്പണൻസിനെ പൊതുവായിട്ട് നമുക്ക് രണ്ട് രീതിക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. പാസീവ് കോമ്പണൻസ്, ആക്റ്റീവ് കോമ്പണൻസ്. ആദ്യം നമുക്ക് എന്താണ് ആക്റ്റീവ് കോമ്പണൻസ് എന്ന് നോക്കാം. ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഈ കോമ്പണൻസിന് ഒരു സർക്യൂട്ടിലേക്ക് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഈ ആക്റ്റീവ് കോമ്പണൻസിന് സാധിക്കും. ഇപ്പോൾ ആക്റ്റീവ് കോമ്പണൻസിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ട്യൂബ് ഡിവൈസസ് വരും, ട്രാൻസിസ്റ്റേഴ്സ് വരും, ഡയോഡ് വരും, ICs വരും. ICs എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, പിന്നെ പവർ സോഴ്സസ്, ഇതൊക്കെയാണ് നമുക്ക് ആക്റ്റീവ് കോമ്പണൻസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താണ് പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻസ് എന്ന് നോക്കാം. The passive components can either dissipate, absorb or store energy in the form of an electric field or magnetic field. എനർജി സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുക, ഡിസിപ്പേറ്റ് ചെയ്യുക, ഇതിനൊക്കെയാണ് നമ്മൾ പാസീവ് കോമ്പണൻസിന് ഉപയോഗിക്കുന്നത്. ഈ പാസീവ് കോമ്പണൻസ് ഇല്ലാതെ നമുക്കൊരു സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യാനോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഈ പാസീവ് കോമ്പണൻസിന് ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പരിധി വരെ അതിനെ എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് സിഗ്നൽസിന് ഏതെങ്കിലും തരത്തിലുള്ള ഗെയിനോ ആംപ്ലിഫിക്കേഷനോ ഇതൊന്നും ഈ പാസീവ് കോമ്പണൻസ് നൽകുന്നില്ല. അതുപോലെ തന്നെ ഈ പാസീവ് കോമ്പണൻസ് ടു പെർഫോം എ സ്പെസിഫിക് ഓപ്പറേഷൻ ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി ഓർ വോൾട്ടേജ്. അതായത് എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാസീവ് കോമ്പണൻസിന് എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എനർജിയുടെ ഡിപ്പെൻഡൻസ് വേണ്ട. ഈ പാസീവ് കോമ്പണൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കിയത്? ആക്റ്റീവ് കോമ്പണൻസ് എന്താണെന്ന് നോക്കി, പാസീവ് കോമ്പണൻസ് എന്താണെന്ന് നോക്കി. ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ സപ്ലൈ എനർജി ഇൻ ടു ദ സിസ്റ്റം. അതുപോലെ തന്നെ ആക്റ്റീവ് കോമ്പണൻസിന് ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സാധിക്കും. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ട്യൂബ് ഡിവൈസസ്, ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്, IC, പവർ സോഴ്സസ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ പാസീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഡിവൈസസിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ ഈ പാസീവ് കോമ്പണൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോറിങ് എനർജി അല്ലെങ്കിൽ അബ്സോർവിങ് എനർജി അല്ലെങ്കിൽ ഡിസിപ്പേറ്റിംഗ് എനർജി, ഇതിനൊക്കെയാണ് നമ്മൾ ഈ പാസീവ് കോമ്പണൻസിനെ ഉപയോഗിക്കുന്നത്. പാസീവ് കോമ്പണൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഇനി എന്തൊക്കെയാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അതുപോലെ പാസീവ് കോമ്പണൻസിൽ വന്നാലോ അത് എന്താണ്? എനർജിയെ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതുപോലെ ആക്റ്റീവ് കോമ്പണൻറ്റിനാണെങ്കിൽ എന്താണ്? ഇറ്റ് റിക്വയർ എനർജി ടു ഓപ്പറേറ്റ്. അതേസമയം പാസീവ് കോമ്പണൻസ് ആണെങ്കിൽ യാതൊരുവിധ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റീവ് കോമ്പണൻറ്റ് റിക്വയർ എനർജി ടു ഓപ്പറേറ്റ്. അതേസമയം പാസീവ് കോമ്പണൻസ് ആണെങ്കിൽ ഡസ് നോട്ട് റിക്വയർ എനർജി ടു ഓപ്പറേറ്റ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് കോമ്പണൻസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതേസമയം പാസീവ് കോമ്പണൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാനോട്ട് കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതുപോലെ ആക്റ്റീവ് കോമ്പണൻസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ട്യൂബ് ഡിവൈസസ്, ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്, ICs, പവർ സോഴ്സസ്, എക്സെട്ര. അതുപോലെ പാസീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഈ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള PSC ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്